പിന്നെ നീ ഒരു കാര്യം ചെയ്, അമ്മേനോട് ചോദിച്ചു നോക്ക് അമ്മയ്ക്ക് എന്തൊക്കെയാ ഇഷ്ടമുള്ളതെന്ന്. അങ്ങനെ ഞാൻ വൈകുന്നേരം വരുമ്പോ വാങ്ങിട്ട് വരാം. ആ, അമ്മയ്ക്ക് ഇവിടുത്തെ ചോള കെട്ടൂര നല്ല ഇഷ്ടാ. വൈകുന്നേരം വരുമ്പോ അത് വാങ്ങിക്കൊണ്ടുവന്നാ മതി. ഞാൻ ചോദിച്ചു നോക്കാം വേറെ എന്തെങ്കിലും വേണോന്ന്. അതുപോലെ അമ്മേന്റെ മരുന്ന് മുഴുവൻ എടുത്തിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലെങ്കിൽ നീ ആ ബില്ല് വാങ്ങിത്താ, ഞാൻ വരുമ്പോ വാങ്ങിക്കൊണ്ടുവരാം. മരുന്നൊക്കെ അമ്മന്റെ കയ്യിൽ ഉണ്ടാവും. അമ്മ അങ്ങനെ മരുന്നൊന്നും എടുക്കാണ്ടൊന്നും വരൂല. എന്നാലും നീ ഒന്ന് ചോദിച്ചു നോക്ക്. അമ്മ കുറച്ചു ദിവസം നമ്മുടെ കൂടെ നിൽക്കാൻ വന്നിട്ട് അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. നമ്മളല്ലേ നോക്കേണ്ടത്. ഞാൻ ചോദിക്കാം. ഇതിപ്പോ അമ്മ വന്ന് അന്ന് മുതൽ തുടങ്ങിയതാണല്ലോ, അമ്മേനെ അങ്ങനെ നോക്കണം, അമ്മേനെ ഇങ്ങനെ നോക്കണം, അമ്മയ്ക്ക് ഒരു കുറവും വരാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ ഞാൻ അമ്മേനെ കെയർ ചെയ്യണേക്കാളും കൂടുതൽ ഏട്ടനാണല്ലോ കെയർ ചെയ്യണേ. മോള് വീട്ടിലേക്ക് നിൽക്കാൻ വന്നിട്ടേ മരുമോൻ കെയർ ചെയ്തില്ല എന്നുള്ള പേരുദോഷം കേൾപ്പിക്കാൻ പാടില്ലല്ലോ. നീ ഒന്ന് ചോദിച്ചിട്ട് വാ, ഞാൻ അവിടെ നിന്ന് റെഡി ആവട്ടെ. അമ്മ ഞാൻ ഇറങ്ങാണേ. അമ്മ ഇവിടെ അടുത്തേ നല്ലൊരു പാർക്ക് ഉണ്ട്. വൈകുന്നേരം നമുക്കൊന്ന് അങ്ങോട്ട് പോവാം അല്ലെ? അമ്മ 2-3 ദിവസമായല്ലോ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. പാർക്കിലോ? പാർക്ക് പോണോ? പാർക്കിൽ നമുക്ക് നാളെ മറ്റന്നാളായിട്ട് പോയാ പോരെ. ഇന്ന് നമുക്ക് മോളിൽ പോയാലോ? എന്നാ പിന്നെ അതാ നല്ലത്. വൈകുന്നേരം നമുക്ക് മോളിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് അവിടെ നല്ലൊരു ഷോപ്പിംഗ് നടത്തിയിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാം. എന്നാ ഞാൻ പോയിട്ട് വരാമേ. പിന്നെ ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേനും രണ്ടുപേരും റെഡി ആയി കേട്ടോ. ശരി അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ഇവനെന്താ ഈ പാർക്ക് പോണം, മോള് പോണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നത്? ഇവന് പൈസ ചെലവാക്കുന്നതിൽ ഒരു കയ്യും കണക്കൊന്നും ഇല്ലേ? അത് അങ്ങനെയാണോ അമ്മേ? അമ്മ കുറച്ച് ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുക? അതുകൊണ്ടല്ലേ ഏട്ടൻ അങ്ങനെ പറഞ്ഞത്? അത് അമ്മേനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ? പിന്നെ ഭയങ്കര സ്നേഹം കൊണ്ട് തന്നെ. കല്യാണം കഴിഞ്ഞ അന്ന് പോലും ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നത് അവന് പൈസ ചെലവാക്കുന്നതിൽ ഒരതിരും ഇല്ല. ഇത്ര വർഷമായില്ലേ, എപ്പോഴെങ്കിലും ഒന്ന് മാറിയിട്ടാന്ന് വിചാരിച്ചാല് ഇപ്പോഴും അതന്നെ അവസ്ഥ. അവനില്ലേ കയ്യിലെ പൈസ കൊണ്ട് കളയാൻ വേണ്ടി കാത്തിരിക്കുക, എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ മോളിൽ പോവാ, പാർക്ക് പോവാ, കറങ്ങാൻ പോവാന്നൊക്കെ പറയുന്നത്. കുട്ടിക്ക് 5-6 വയസ്സായില്ലേ, ഇനി കറങ്ങേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള പൈസ എടുത്തു വെക്കാൻ നോക്ക്. ഇതാണിപ്പോ കാര്യമായത്. അമ്മയ്ക്കൊന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഏട്ടനും കൂടിയിട്ട് അമ്മേനെ പുറത്തേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അത് വലിയ കുറ്റമായി. അല്ല, അമ്മയ്ക്കൊരു മോനുണ്ടല്ലോ, ആ മോൻ അമ്മേനെ എവിടേക്ക് കൊണ്ടുപോകാറുണ്ട്? ഒരു ദിവസമെങ്കിലും പുറത്തു പോയിട്ടൊന്ന് ഭക്ഷണം വാങ്ങിത്തരേ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവര് പോകുമ്പോ അമ്മനെ കൂട്ടിക്കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആകെ ഇവിടെ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പോണത്. അതുകൊണ്ട് പറഞ്ഞല്ലേ. അവൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലേ അവന് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാ. അപ്പൊ അവർക്ക് അതിൻ്റെതായ ചെലവുണ്ടാവില്ലേ? അങ്ങനെ തന്നെയല്ലേ പിള്ളേര് വേണ്ടത്. അല്ലാണ്ട് എന്താ ഇത് ഇവിടെ? അവൻ വർക്ക് പോവാന്ന് പറയുമ്പോഴത്തേക്ക് നീ മോളിൽ പോവാന്ന് പറഞ്ഞു, അത് വാങ്ങാന്ന് പറഞ്ഞു, ഇത് വാങ്ങാന്ന് പറയുന്നു. ഭർത്താക്കന്മാരുടെ കയ്യിൽ കുറച്ച് പൈസ അധികം ഉണ്ടെങ്കിൽ അത് വാങ്ങി വെക്കാൻ നോക്ക്. എന്നിട്ട് നാളത്തേക്ക് വേണ്ടി എടുത്തു വെക്ക്. അല്ലാണ്ട് അത് വാങ്ങി ഇത് വാങ്ങിയിട്ടുള്ളത് മുഴുവൻ കൊണ്ട് കളയല്ല വേണ്ടേ. ഇനിയെങ്കിലും നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ ആമ്പിള്ളാരെന്ന് പറയുന്നത് എല്ലാം ഒന്നും ഒരുപോലെ ആയിരിക്കില്ല. പിന്നത്തേക്ക് പൈസ എടുത്തു വെക്കണം എന്നുള്ള വിവരവും ബോധവും ഒന്നും എല്ലാത്തിനും ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നിന്റെ കെട്ടിയവനെ കണ്ടില്ലേ, ഉള്ളത് മുഴുവൻ ചെലവാക്കാൻ വേണ്ടി നടക്കുന്നത്. നീ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഇപ്പൊ പുറത്തു പോകാൻ വേണ്ടി എടുത്തു വെച്ച പൈസ ഇല്ലേ, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതും നീ ആ പൈസ ആദ്യം വാങ്ങി വെക്ക്. അല്ലെ പിന്നെ അത് അവന്റെ കയ്യിൽ നിന്ന് തീരണ വഴിയറിയില്ല. ഒരു കുട്ടിയും കൂടി ഉള്ളതാ, അല്ലാണ്ട് നിങ്ങൾ രണ്ടാളും മാത്രമല്ല. മോളിലും പോണ്ട, പാർക്കിലും പോണ്ട, എവിടെയും പോണ്ട. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് നടന്നാൽ മതി. നിനക്ക് എന്താ അനുഭവം ഉണ്ട് ജീവിതത്തില്? അനുഭവമുള്ള ആൾക്കാർ പറഞ്ഞു തരുമ്പോ അത് മനസ്സിലാക്കും. ഇതെന്താ നീ ഇതും ചെയ്തോണ്ടിരിക്കുന്നേ? ഇത്ര നേരമായിട്ട് റെഡി ആയില്ല.
നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഓഫീസിൽ നിന്ന് വന്നത്. അതിന് അമ്മയ്ക്ക് നല്ല കാലുവേദന ഉണ്ടെന്ന്. മോളിലും പാർക്കിലൊന്നും വന്നിട്ടേ നടക്കാനൊന്നും പറ്റില്ല. കാലുവേദനയോ? അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അതാവുമ്പോ പിന്നെ അമ്മയ്ക്ക് അവിടെ ഇരുന്നാൽ മതിയല്ലോ, അങ്ങനെ നടക്കണ്ടല്ലോ. ഇനിയിപ്പൊ സിനിമയ്ക്കൊന്നും പോകാൻ നിൽക്കൊന്നും വേണ്ട. ഒന്നാമത് എനിക്ക് താല്പര്യമില്ല, പിന്നെ അമ്മയ്ക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവൂല. ഏട്ടൻ കയറാൻ നോക്കൂ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തേക്കാം. ഇതിപ്പോ എന്ത് പറ്റി? രാവിലെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ. അതെ, എനിക്കിന്ന് കുറച്ച് പൈസ വേണം. പൈസയോ? എന്തിന്? എന്തിനാന്ന് പറഞ്ഞാലേ പൈസ തരൂ, അല്ലേ തരില്ല. എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും? അതിന് ഞാൻ അറിയാതെ വേറെന്താ ആവശ്യം നിനക്കുള്ളത്? അല്ലെങ്കിൽ നിന്റെ കയ്യിൽ പൈസ ഇല്ലേ ഇപ്പോ? എന്റെ കയ്യിലുള്ള പൈസ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ ചോദിച്ചു വേറെ പൈസയാ. ഏട്ടനിപ്പോ മോളിൽ പോവാനും പാർക്കിൽ പോവാനും സിനിമയ്ക്ക് പോകാനും ഒക്കെ വേണ്ടി എടുത്ത് വെച്ചൊരു പൈസ ഉണ്ടാവുമല്ലോ, ആ പൈസ എനിക്ക് തന്നാ മതി. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് പൈസ വേണമെങ്കിൽ ഇവിടുന്ന് എടുത്താ പോരെ? അല്ലാണ്ട് പിന്നെ ഈ മോളിൽ പോകാൻ വെച്ച പൈസ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാൻ വെച്ച പൈസ നിനക്ക് പറയേണ്ട കാര്യം എന്താ? അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളൊന്നും ശരിയാവില്ല. കുട്ടി വളർന്നു വരിക. നിങ്ങൾക്കാണെങ്കിൽ പൈസ ചെലവാക്കണതിൽ ഒരു കൺട്രോളും ഇല്ല. കയ്യിലുള്ള പൈസ മുഴുവൻ ചെലവാക്കിയിട്ടേ പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അതിന് നിന്നെ ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നിന്റെ പറച്ചിലായിട്ട് തോന്നി ഞാനുള്ള പൈസ എടുത്തിട്ട് ഇങ്ങനെ ദൂർത്തടിച്ച് നടക്കുകയാണ്. ഇത്രയും കാലത്തൊരു സംസാരമാണല്ലോ നീ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടാണോ അമ്മേനെ കൂട്ടിയിട്ട് മോള് പോണ്ട, സിനിമയ്ക്ക് പോണ്ട, പാർക്ക് പോണ്ടെന്നൊക്കെ പറഞ്ഞത്? നല്ല മോള്. സാധാരണ പെൺകുട്ടിയുടെ ഭർത്താക്കന്മാരാണ് പറയാ അമ്മമാർക്ക് അത് ചെയ്തു കൊടുക്കണ്ട ഇത് ചെയ്തു കൊടുക്കണ്ടെന്ന്. ഇവിടെ ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുമ്പോ നീ എങ്ങനെ പറയാ? നീ എന്തേലും ചെയ്. ആ പേഴ്സിൽ പൈസ ഉണ്ട്, നീ വേണ്ടത് എടുക്ക്. അമ്മ എന്ത് പണിയാ കാണിച്ചേ? വെറുതെ ഏട്ടനോട് പൈസ ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ആ നാണം കിട്ടുപോയി. സ്വന്തം ഭർത്താവിനോട് പൈസ ചോദിക്കുന്നതിൽ എന്ത് നാണക്കേടാവില്ല? അതിന് അങ്ങനെ പൈസ തരാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. ഇതിപ്പോ ചോദിച്ചാലും തരും, ചോദിച്ചില്ലെങ്കിലും എനിക്ക് എടുക്കാം. അങ്ങനത്തെ ഒരാളോട് പോയിട്ട് ഓരോ കണക്കും പറഞ്ഞിട്ട് അവനിപ്പൊ നീ ഇത്ര മാത്രം പറയാനൊന്നും ഇല്ല. ചോദിച്ചാലും തരും, ചോദിച്ചില്ലെങ്കിൽ തരും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ശീലിപ്പിക്കുക. അവൻ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന പൈസ നീ വാങ്ങി വെക്കുക, അത്ര തന്നെ. പൈസേന്റെ കാര്യത്തിലേ നിന്റെ കയ്യിലാണ് കൺട്രോൾ വേണ്ടത്. അല്ലാണ്ട് അവനെ കൊണ്ട് അത് ചെയ്യ് ഇത് ചെയ്യെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെയാ പെൺകുട്ടികൾ വേണ്ടത്. അല്ലാണ്ട് അവൻ പറയുന്നതിനനുസരിച്ച് നിന്ന് തുള്ളല്ല വേണ്ടത്. നീ നോക്കി നിൽക്കാണ്ട് അടുക്കളയിൽ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് അവനെടുത്ത് കൊടുക്കാൻ നോക്ക്. അമ്മേ, അത് ഞാൻ എന്താ വേണ്ട ചെയ്യാ? ഒരു കാര്യം ഞാനേ അവിടെ വന്നിട്ട് 2-3 പേരൊന്ന് കണ്ടു നോക്കട്ടെ, എന്നിട്ട് അവരെന്താ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ശരി, എന്നാ പിന്നെ വിളിക്കാം. അമ്മ എന്താ പറഞ്ഞേ? അത് നമ്മുടെ വീട്ടിലെ റൂഫ് ലീക്കാണെന്ന് അമ്മ പറഞ്ഞിട്ടില്ലായിരുന്നോ? അതൊന്ന് ശരിയാക്കണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അന്ന് അമ്മ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീക്കുള്ള കാര്യം. അത് ആരെങ്കിലും വിളിച്ച് വേഗം ശരിയാക്കണേ നല്ലത്, അല്ലെ പിന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കൂലേ. 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. അവിടുന്ന് 2-3 പേരെ വിളിച്ചിട്ട് അത് ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അതന്നെ നല്ലത്. അത് വേഗം ചെയ്യാൻ നോക്കുക, അല്ലാണ്ട് അത് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ കുറച്ചേരം വിളിച്ചു നോക്കട്ടെ. മോളെ ഒന്നിങ്ങോട്ട് വാ. അമ്മ ഇതാ വന്നു. നിങ്ങൾ അവിടെ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? അത് വേറൊന്നുമല്ല. ഏട്ടന്റെ വീട്ടിലെ കുറച്ച് പണിയുണ്ട്, അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. പണിയോ? എന്ത് പണി? അത് വീട്ടിലെ ടെറസിന്റെ റൂഫേ നന്നായിട്ട് ചോരുന്നുണ്ട്, അപ്പൊ അത് ശരിയാക്കണം പറയായിരുന്നു. നല്ല പൈസ വരില്ല അതിന്? വീടിന്റെ പണിയല്ലേ, കുറച്ച് പൈസ വരും. വീട്ടിലെ പണികളൊക്കെ ഇപ്പോഴും ഇവനാണ് നോക്കുന്നത്. നല്ല കാര്യമായി. നിങ്ങൾ എത്ര കാലമായി താമസം മാറിയിട്ട് ഇപ്പോഴും ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? അമ്മ എന്ത് വർത്താനം ഈ പറയുന്നത്? ഏട്ടനല്ലാണ്ട് പിന്നെ വേറെ ആരാ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക? വീട്ടിലെ കാര്യങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരുന്നോ? നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യണ്ടാലോ. കുറെ കാലമായില്ലേ ഇത് തുടങ്ങിയിട്ട്, ഇനി നിർത്താനായില്ലേ? ഓരോ മാസം കിട്ടുന്ന പൈസ 1-2 മിച്ചം പിടിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാന്നല്ലാണ്ട്
അല്ലെങ്കിൽ ഈ അമ്മയ്ക്കൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലേ? കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയില്ലേ? ഇനിയെങ്കിലും അവരൊന്ന് വെറുതെ വിട്ടൂടെ? ഈ അമ്മേനെ കൊണ്ട് ഏട്ടൻ കേക്കണ്ട. അമ്മ വിചാരിക്കുന്ന പോലെ മോന്റെ കയ്യിൽ നിന്ന് മുഴുവൻ പൈസയുമായും കയ്യിൽ വെക്കുന്ന ഒരു അമ്മയൊന്നും അല്ല അത്. എന്തൊക്കെ കാര്യങ്ങൾ ഏട്ടന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ അമ്മ ചെയ്തു കൊടുക്കുന്നുണ്ട്. പറമ്പെന്ന് എല്ലാ മാസവും എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ ഇവിടെ കൊണ്ടുവരിക? ഓ പിന്നെ ചക്കയും മാങ്ങയും മാസം മാസം കൊണ്ടുവന്നിട്ട് എല്ലാം ആയല്ലോ. അവിടുന്ന് 10-15 രൂപ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിടും. എന്നിട്ട് ഇവിടുന്ന് 10,000-നും 20,000-നും ചെലവുണ്ടാക്കി വെക്കുക അല്ലെ? ഒരു വിവരമില്ലാത്തൊരു പെണ്ണായി പോയല്ലോ നീ. ഇങ്ങനെയാണ് നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുക? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം അമ്മ പറയുന്നത്? നീ ഇപ്പൊ തന്നെ ചെന്ന് അവനോട് പറയും വീട്ടിലേക്കുള്ള ഒരു കാര്യങ്ങളും നീ ചെയ്തു കൊടുക്കണ്ട. എന്നാലും അത്രയ്ക്കൊക്കെ വേണോ? ഏട്ടന്റെ എല്ലാ കാര്യത്തിനും അമ്മ നന്നായി സഹായിക്കാറുള്ളതാ. എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെ തന്നെയാണ്. മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരല്ലാണ്ട് വേറെ ആരാ സഹായിക്കാൻ ഉണ്ടാകുക? നിന്റെ ആങ്ങളെന്റെ കാര്യം തന്നെ നോക്ക്. അവൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ എന്റെ സ്വർണ്ണമല്ലേ ഒരു കൊടുക്കല്? ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ല. മക്കൾക്കൊരു കുടുംബമായി കഴിഞ്ഞെങ്കിൽ അച്ഛനമ്മമാർ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിൽക്കുക. കുറച്ചു മാസം മുമ്പ് അവന്റെ ഭാര്യയ്ക്ക് ചികിത്സയ്ക്ക് എന്തോ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്ത്? വീട്ടിലെ സ്ഥലം വിറ്റിട്ട് ആ പൈസ അങ്ങോട്ട് കൊടുത്തു. എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ടോ? നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിട്ടാ ഞാൻ പറയുന്നത്. ഇതെന്താ ഇത് സീറ്റ്? പിന്നെ അതെന്താ ഇത് വേറെ അന്ന് ഒരു കാണിക്കാൻ നോക്കട്ടെ. ദൂരം ഇവിടെ ആരെങ്കിലും ഇരിക്കും? ഡ്രൈവർ ഇവിടെ ഇരിക്കും അല്ലേ? അല്ല ഡ്രൈവർ ഇവിടെ. ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമ്മുടെ വീട്ടിലെ റൂഫിന്റെ വർക്കേ അത് ഇപ്പൊ തന്നെ ചെയ്യണമെന്നുണ്ടോ? പിന്നെ ചെയ്താ പോരെ? അതിപ്പോ എന്ത് പറ്റി അങ്ങനെ? ഞാനേ 2-3 ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അവര് നാളെ മറ്റന്നാളായിട്ട് ചെന്ന് നോക്കൂ. എന്താ ഇപ്പൊ തന്നെ അതൊക്കെ ചെയ്യാൻ പോയത്? എന്നാ പിന്നെ അവരോട് വിളിച്ചു പറയാൻ പറ്റുമോ പെട്ടെന്നൊന്നും വരണ്ടാന്ന്? നീ തന്നെയല്ലേ പറഞ്ഞത് അതിപ്പോ ചെയ്തില്ലെങ്കിൽ പിന്നെ കൂടുന്നു. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? കുറച്ച് ലീക്കൊക്കെ എല്ലാ വീടുകൾക്കും ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ അതിനെ കൊണ്ട് ചെലവാക്കാനാ? അമ്മേനോട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയേ. അമ്മേനോട് എന്ത് ചെയ്യാൻ പറയാൻ? അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെയല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. കുറെ കാര്യങ്ങൾക്ക് ഇതുവരെ ചെയ്തു കൊടുത്തല്ലേ. ഇപ്പൊ നമുക്കും ഇല്ലേ കുഞ്ഞും കുടുംബവും ഒക്കെ. അതിന്റെ ഇടയ്ക്ക് ഇനി വീട്ടിലെ ഓരോ കാര്യങ്ങൾ വന്ന് നടക്കുക. ആൺമക്കള് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ വഴിക്ക് വിടുക. അല്ലാണ്ട് വീട്ടിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ചെയ്യിപ്പിക്കുകയല്ല വേണ്ടത്. അതിന് അമ്മ എന്താ ചെയ്യിപ്പിച്ചിട്ടുള്ളത്? ഇവിടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോ അമ്മ നമ്മളെയല്ലേ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നമുക്ക് വേണ്ടി തന്നെയല്ലേ അമ്മ പറയുന്നത്? ആ വീട് നമുക്കുള്ളതല്ലേ? നമുക്കുള്ളതൊക്കെ പിന്നെയല്ലേ അത് അന്നേരം നോക്കാം. അല്ലാണ്ട് ഇപ്പൊ അതിലേക്ക് പൈസ ഇറക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നിന്റെ താല്പര്യം ഇവിടെ ആരും നോക്കുന്നില്ല. അമ്മയോട് ഓരോന്ന് ചെയ്യുന്നതേ നമുക്കും കൂടെ വേണ്ടിട്ടാ, അല്ലാണ്ട് അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല. തൽക്കാലം ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിനക്കിപ്പോ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലേ അത് ചെന്ന് ചെയ്യാൻ നോക്കും. കുറെ ദിവസം അവൾ ഓരോരോ പ്രശ്നം കൊണ്ട് വരുന്നു. ഒരു ലിമിറ്റില്ല എല്ലാത്തിനും. ദിവസം എന്താണ്ടാക്കിയേ? നീ എന്താ ഇങ്ങനെ മുഖവും പാടിക്കൊണ്ടിരിക്കണ? എന്ത് പറ്റി? ഏട്ടൻ ഇന്ന് വരെ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ഇതിപ്പോ നോക്ക അമ്മ കാരണം. എന്തൊക്കെയാന്ന് ഏട്ടൻ പറഞ്ഞ്? അമ്മ കാരണമല്ല, ഇതാണ് അവന്റെ ശരിക്കുള്ള സ്വഭാവം. നീ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? ഏട്ടന് ഭയങ്കര സ്നേഹമാണ്, നിങ്ങളെ ഭയങ്കര കെയറിങ് ആണെന്നൊക്കെയല്ലേ. ഇപ്പൊ കണ്ടോ അവന്റെ വീട്ടുകാരെ തൊട്ട് കളിച്ചപ്പോ അവന്റെ തനി സ്വഭാവം പുറത്തു വന്നു. അല്ലല്ലോ, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. ആ അമ്മ അങ്ങനെയുള്ളത് അമ്മയൊന്നും അല്ല. എല്ലാം മനസ്സിലാക്കി തന്നെ പെരുമാറുന്നത്. ഏട്ടൻ ഇങ്ങനെ അതും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. നീ പിന്നെ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നീ ഇപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടല്ലേ അവന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് മനസ്സിലായത്. ഇത് നീ എപ്പോഴും ഭയങ്കര പാവമായിട്ട് അവൻ എന്ത് പറഞ്ഞാലും ആന്ന് പറഞ്ഞ തലയാട്ടിയാലോ പിന്നെ അവൻ നിന്നോട് സ്നേഹത്തോടെ പെരുമാറില്ലേ? ഇപ്പൊ നീ ഓരോരോ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ അവനത് ഇഷ്ടപ്പെടുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോണതെങ്കിലേ നീ നോക്കിക്കോ, കുറച്ചു കാലം കൊണ്ട് അവരെ വീട്ടുകാർ അവനെ മുഴുവനായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ഇത് നിന്റെയും കുട്ടികളുടെയും ഗതി എന്താവും? അവൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഇങ്ങനെ തലയും കുനിച്ചിരിക്കണ്ട. തിരിച്ച് നന്നായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ തനിയെ നിർത്തിക്കോളൂ. ഇപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ പോവില്ലേ? ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇതല്ലേ ഇവിടുത്തെ അവസ്ഥ. അമ്മേ, ഇവിടുത്തെ അവസ്ഥക്ക് ഇപ്പൊ എന്താ കുഴപ്പമുള്ളത്? അത് ഞാൻ നോക്കിയപ്പോഴേ ഇവളിത് ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്താ കാര്യം എന്നൊന്ന് തിരക്കിയതാ.
അത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയൊരു ടോക്കാ. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാവും. അതിപ്പോ ഇത്രയും വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആഹാ അതന്നെയാണ് മോനെ ഞാനും അവളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ച് ഇരിക്കുകയാണോ വേണ്ടത്? ഞാനും അച്ഛനും തമ്മിലേ അവിടെ എന്തൊക്കെ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് അത് കഴിഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നേ. ഒരു വിവരവും ഇല്ല, ബോധവും ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് 5-8 വർഷമായി. ഇപ്പോഴും അവളെ സ്വഭാവം കുട്ടികളെ പോലെ തന്നെ. അതിന് അമ്മ എന്നോട് ഇത്ര നേരം ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അവന് നിന്നോട് സ്നേഹമില്ല, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കണം എന്നൊക്കെയല്ലേ. എന്നിട്ട് എന്താ പെട്ടെന്ന് കാല് മാറുന്നത്? അതിന് ആര് കാല് മാറിയെന്ന് നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അല്ലെങ്കിൽ ഈ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരത്തിനിടയ്ക്ക് എനിക്ക് എന്താ കാര്യം? കുടുംബജീവിതം ആകുമ്പോഴേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടു എന്നും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു നോക്കി ഇരിക്കും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞിട്ട് വേണം നിനക്ക് മനസ്സിലാക്കാൻ. അമ്മ ഇവളോട് ഇത്രയും നേരം പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി അമ്മയായിട്ട് ഒന്ന് പുതിയതായിട്ട് ഉണ്ടാക്കാണ്ടിരുന്നാ മതി. ഈ സന്തോഷത്തോടെ ജീവിക്കുന്ന 2 പേരടക്കി കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്കൊന്നും നേട്ടം കിട്ടാനാ? എന്റെ ഫാമിലിയിൽ അമ്മയും ഏട്ടന്മാരും പെങ്ങന്മാരും എല്ലാവരും നല്ല സ്നേഹത്തോടെ കഴിയുന്നത്. ഇവിടെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ എല്ലാവരും ഇവിടെ എത്തും. അതേപോലെ അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചും പറഞ്ഞും പരസ്പരം സഹായിച്ചും നല്ല രീതിയിലാണ് ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അമ്മ അവളോട് ചോദിച്ചു നോക്ക്, ഇന്നേ ഒരാൾക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോന്ന്. പിന്നെ എന്തിനാണ് വേണ്ടാണ്ട് നല്ലൊരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? അല്ലേ അവസാനം ഇപ്പൊ രണ്ടാളും കൂടി എന്നെയായോ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾ രണ്ടാളും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് വിചാരിച്ചു വന്നപ്പോ അല്ലേലും ഇതന്നെയാ ഈ പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. ഭാര്യയും ഭർത്താവിന്റെ ഇടയ്ക്ക് 3ാമത് ഒരാൾ വരാൻ പാടില്ലാന്ന്. അവസാനം എന്താ? കുറ്റം മുഴുവൻ നമ്മുടെ തലയിലായി. നമ്മൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? അതുമില്ല. എന്റെ മക്കളെ, നിങ്ങൾ സംസാരിക്കുക സ്നേഹിക്കുക എന്ത് വേണേലും ചെയ്തോ. നിങ്ങളിടയ്ക്ക് ഞാനില്ല. പിള്ളേരൊക്കെ ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ? സോറി ഏട്ടാ. സോറി? ഇതാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഭാര്യയും ഭർത്താവിന്റെ ഇടയിലുള്ള സംസാരം ഉണ്ടല്ലോ, അത് അവരുടെ ഇടയിൽ തന്നെ നിൽക്കണം. അല്ലാണ്ട് അമ്മേനോട് പറഞ്ഞ് ആങ്ങളേനോട് പറഞ്ഞു പിന്നെ അച്ഛനോട് പറഞ്ഞ് അവരുടെ അഭിപ്രായം മൊത്തം എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനല്ല വേണ്ടത്. അവർക്കറിയോ നമ്മൾ എന്താണെന്ന്? നമ്മളുടെ ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകണോ വേണ്ടെന്നുള്ള കാര്യം അത് നമ്മൾ 2 പേരും മാത്രമാണ് തീരുമാനിക്കേണ്ടത്. അല്ലാണ്ട് 3ാമത് ഒരാൾ വന്നിട്ട് അവരല്ല തീരുമാനിക്കേണ്ടത് നമ്മളെങ്ങനെ ജീവിക്കണം എന്ന്.